റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫൽത്ത മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് ജയം. ബി.ജെ.പി സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡ വിജയിച്ചു കയറിയത് വൻ ഭൂരിപക്ഷവുമായി. സി.പി.എം സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമിയാണ് രണ്ടാമത്. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും നാമമാത്രമായി ചുരുങ്ങി. തൃണമൂലിന്റെ നേതൃത്വത്തിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തിയത്. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഫാൽത്ത മണ്ഡലത്തിൽ 285 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ നടന്നത്. ഏപ്രിൽ 29 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്റ്റിക്കർ പതിക്കൽ ബൂത്ത് പിടിക്കാനുള്ള ശ്രമം തുടങ്ങി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ബി.ജെ.പിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് ബോധ്യപ്പെട്ട കമ്മീഷൻ മെയ് 21 തെരഞ്ഞെടുപ്പ് മാറ്റി. കനത്ത സുരക്ഷയിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ 86% പോളിംഗ് രേഖപ്പെടുത്തി. സി.പി.എം, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതോടെ 2ാം സ്ഥാനത്തെത്താൻ സി.പി.എം സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ബി.ജെ.പി സ്ഥാനാർത്ഥി വ്യക്തമായ മേധാവിത്വം പുലർത്തി. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ അധികാരമേറ്റ ബി.ജെ.പി സർക്കാരിനുള്ള ജനപിന്തുണയുടെ തെളിവാണ് ഫാൽത്തയിലെ വമ്പൻ ജയം. ഫാൽത്തയിൽ വിജയം നേടിയ ദേബാംശു പാണ്ഡയെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അടക്കമുള്ള ബി.ജെ.പി നേതാക്കൾ അഭിനന്ദിച്ചു. ജനം, ഡൽഹി.